എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധം. ഒയാസിസിന് അനുമതി നൽകുന്നതിൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് CPM അംഗങ്ങളുടെ പ്രതിഷേധം. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, CPM പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ലൈഫ് പദ്ധതിയുടെ പേര് പറഞ്ഞ് അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നു. പഞ്ചായത്തിനെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് വിളിക്കാൻ സാഹചര്യം ഒരുക്കാത്തതിലേക്കൊക്കെ കടന്നതാണ്. ആ പ്രതിഷേധം ഇങ്ങനെ നീണ്ടുപോകുന്നു. ഇതിപ്പോൾ ബോർഡ് മീറ്റിംഗിലും അതേ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇതിൽ വ്യക്തമാവുന്നത് എലപ്പുള്ളി വിഷയത്തിൽ പഞ്ചായത്തിന്റെ അഭിപ്രായത്തിന് എതിരാണ് എന്നുള്ളതാണ്. അത് കൃത്യമായ രാഷ്ട്രീയം കൂടി അതിലേക്ക്, ആ പ്രതിഷേധത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പഞ്ചായത്തിന്റെ മീറ്റിംഗിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് അടിയന്തര ബോർഡ് യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒറ്റ അജണ്ട എന്ന് പറഞ്ഞത് ഒയാസിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതിൽ ആദ്യം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഈ BJP അംഗങ്ങൾ പ്രതിഷേധിക്കുന്നതാണ്. ഇതിന് കാരണം ഇന്നലെ ഈ പഞ്ചായത്തിന് പൂട്ടിയിടാൻ കാരണം പഞ്ചായത്ത് സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞിട്ടുള്ളത് ഈ പഞ്ചായത്ത് സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ കമ്പനി വന്നാൽ, അതുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഈ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ഈ സർക്കാരിനെതിരെ കേസ് നടത്താൻ ഉപയോഗിക്കാൻ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആണ് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം CPMന്റെ അംഗങ്ങൾ ഇതിനോട് പൂർണ്ണമായി വിയോജിക്കുകയാണ്. കാരണം ഈ സർക്കാർ തന്നെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്ന ഒരു കമ്പനിയാണ്, തൊഴിൽ നൽകുന്ന കമ്പനിയാണ്. ആ കമ്പനിക്കെതിരെ ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ കേസിന് പോകുക എന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് CPMന്റെ അംഗങ്ങൾ പറയുന്നത്. ഇപ്പോഴും ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഈ സർക്കാരിനെതിരെ കേസിന് പോകുന്ന കാര്യത്തിൽ സർക്കാർ പ്ലീഡറോട് ഒരു നിയമോപദേശം തേടിയിരുന്നു. എന്നാൽ സർക്കാരിന് അഭിഭാഷകനായതുകൊണ്ട് സർക്കാരിനെതിരെ കേസിന് പോകുന്ന കാര്യത്തിൽ നിയമോപദേശം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് പ്ലീഡർ അറിയിച്ചിരുന്നത്. ഇപ്പോഴെന്തായാലും കേസിന് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഈ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. BJPക്കും 5 മെമ്പർമാരുണ്ട്. ഇവർ പൂർണ്ണമായി, പ്രതിപക്ഷം പൂർണ്ണമായി കേസിന് പോകണമെന്നൊരു നിലയ്ക്ക് തന്നെയാണ് ഉള്ളത്. എന്നാൽ CPM കേസിന് പോകുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ബോർഡ് യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി സാജിദ്.